നമസ്കാരം. ഈ 2026 നമുക്ക് അനുഷ്ഠിക്കാൻ അനുയോജ്യമായ വ്രതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു 3 വ്രതങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ മുന്നേ ഇട്ട പോലെ ഈശ്വര പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ നക്ഷത്രത്തിൻ്റെ പറഞ്ഞ പോലെ അതിൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിച്ചാലും മതി നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വർഷം അനുഷ്ഠിക്കാൻ അനുയോജ്യമായ ഒരു 3 വ്രതങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ വ്രതം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വ്രതമാണ്. അപ്പോൾ ഞാൻ മുന്നത്തേതിൽ പറഞ്ഞു 2026 ഗ്രഹം സൂര്യനാണെന്ന്. സൂര്യദേവന് പ്രധാനപ്പെട്ട വ്രതമാണ് ഞായറാഴ്ച വ്രതം. ഞായറാഴ്ച വ്രതം പൊതുവെ ആരോഗ്യസിദ്ധിക്കാണ് പ്രധാനമായിട്ടും. എല്ലാ രോഗങ്ങളും മാറ്റി നമ്മുടെ ശരീരത്തിന് ആരോഗ്യം തരും. അതുപോലെ നമ്മുടെ ശത്രുഭയം, എല്ലാ തരത്തിലുള്ള ഭയം മാറ്റി ശത്രുഭയം ഉൾപ്പെടെയുള്ള ഭയങ്ങൾ മാറ്റും. ശത്രുദോഷങ്ങൾ മാറ്റും. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും. കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ മാറും. നവഗ്രഹ ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തി കിട്ടും. ആഴ്ചവ്രതങ്ങളിൽ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു വ്രതം ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളൊരു വ്രതമാണ് ഞായറാഴ്ച വ്രതം. എല്ലാ ഞായറാഴ്ച എടുക്കണ്ട, മാസത്തിലൊരു ഞായറാഴ്ച എടുത്താൽ മതി. അത് എല്ലാ മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയോ അവസാനത്തെ ഞായറാഴ്ച എന്ന കണക്കിലോ നമുക്ക് അനുഷ്ഠിച്ചാൽ മാത്രം മതിയാകും. പിന്നെ രണ്ടാമതൊരു വ്രതമാണ് സപ്തമി വ്രതം. അതും സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തന്നെ അനുഷ്ഠിക്കുന്നതാണ്. അപ്പോൾ ഈ സപ്തമി വ്രതം ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന പോലെ തന്നെ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. സപ്തമി തിഥിയിലാണ് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ എല്ലാ മാസത്തിലും 2 സപ്തമി വെച്ചിട്ടുണ്ട്. അപ്പോൾ സപ്തമി വ്രതം അനുഷ്ഠിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ മാറാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും മറ്റ് ജീവിത പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും നമ്മുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങൾ സഫലമാക്കുവാനും വേണ്ടി അനുഷ്ഠിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്രതമാണ് പ്രദോഷവ്രതം. ഇതിൽ പറഞ്ഞാൽ തീരില്ല. മഹാദേവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള വ്രതമാണ് പ്രദോഷവ്രതം. അപ്പോൾ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കും. അതുപോലെ സമ്പത്ത് വർദ്ധിക്കും, ആയുസ്സും ആരോഗ്യവും ഉണ്ടാവും. അതുപോലെ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി സന്തോഷം ഉണ്ടാവും. സർവ്വദേവതമാരുടെയും പ്രീതി കിട്ടും. ഇതൊക്കെ പ്രദോഷവ്രതത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് വളരെയധികം ഐശ്വര്യം തരുന്നൊരു വ്രതമാണ്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യ ഉയർച്ചയും വിളങ്ങി നിൽക്കുന്നൊരു വ്രതമാണിത്. അപ്പോൾ ഈ 3 വ്രതങ്ങൾ അനുഷ്ഠിക്കുക. പ്രദോഷവ്രതമാണ് കൂടുതൽ നല്ലത്, കാരണം അതിൽ സർവ്വദേവതമാരുടെ അനുഗ്രഹം അതിൽ വരും. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുഷ്ഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വിവരങ്ങൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് വരും.